Good afternoon, sir. Yes, good afternoon. Good afternoon. Good afternoon, sir. Yes, Shubha, good afternoon. Prayer paraycha. Yes, super. Good afternoon, everyone. Dear God, thank you for this new day and for all your blessings. As begin this class, grant us clarity of mind, focus, and understanding. This day we can be able to grasp new lessons and new knowledge. Bless our teachers by providing wisdom and knowledge. Sir. Bless our teachers, correct? Bless our job, sir. Okay. Yes, clear. Sign in, sir. Okay, wonderful. Good afternoon, sir, and my dear friends. Today I have the honor of saying the class sign in. I warmly and respectfully welcome Sir. Is talking the class for the first time today. I also happily welcome all other students who have joined the class today. May God bless Sir to share with us the valuable knowledge we need in today's live class, and through that may we all get the opportunity to build a bright future. Once again, I warmly welcome Sir and everyone. Thank you. Okay. In thought of the day now? And sir, thought of Yes, the day. oh. Good afternoon, sir. Good afternoon, everyone. The future depends on what you today. ബൈ ഗാന്ധിജി. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഭാവി ആശ്രയിച്ചിരിക്കുന്നത്. താങ്ക് യു, സർ. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആജുറബിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ആജുറബിന്റെ രീതികളെ കുറിച്ചും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സർ ഒരു മിനിറ്റ്. സാർ അറിഞ്ഞോന്നറിയില്ല, ദീപ എന്ന കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടല്ലോ. ആ കുട്ടിക്ക് ഒരു ജോലി ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ക്ലാസ്സിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സ്കൂളിലാന്ന് തോന്നുന്നു. സ്കൂളിൽ സ്റ്റാഫായിട്ട് എന്തോ എനിക്ക് ശരിക്കും അറിയില്ല, അങ്ങനെ പറഞ്ഞിരുന്നു. കയറുന്നു പറഞ്ഞു. ഇടയ്ക്ക് വല്ലപ്പോഴും ടൈം ഉണ്ടായ ക്ലാസ്സിൽ കയറുന്ന പറഞ്ഞത്. ദീപമോൾ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹം പറഞ്ഞാണല്ലേ. ചില ആളുകൾക്ക് ചില അടയാളപ്പെടുത്തൽ ഉണ്ടാവില്ലേ. ഞങ്ങൾ പണ്ട് വിളിച്ചിട്ട് ഒരു കുട്ടിയെ കുറിച്ച് ചോദിച്ചു അച്ഛനോട്. അപ്പൊ അച്ഛൻ നേരെ പറഞ്ഞു സ്വഭാവം വിളിച്ച് ചോദിച്ചാൽ അവിടെ കുഴപ്പമില്ലാത്ത കുട്ടിയാണ് തോന്നും, നല്ല കുട്ടിയാണ് തോന്നുന്നത്. എന്റെ അടുത്ത് ഒരു ഹിറ്റ് ലിസ്റ്റ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അത് കുറച്ച് പേരില്ല. അപ്പൊ നല്ല കുറച്ചായിരിക്കും. ഏറ്റവും നന്നായിട്ടുള്ള കുട്ടിയെയും ഏറ്റവും മോശമായ കുട്ടിയെയും ടീച്ചർമാരെ നോക്കണ്ടോ. അതിന്റെ ഇടയ്ക്കൊരു ഇതാവില്ലേ, ഒരു കിട്ടുമോ. പിന്നെ എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് വരും. അപ്പോ പിന്നെ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 6 ആണ്. അഡ്ജക്റ്റീവ്സ്, അഡ്ജക്റ്റീവ് ഫ്രേസസ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസസ്. ഇതാണ് നമ്മളിന്ന് നോക്കുന്ന കാര്യം. അഡ്ജക്റ്റീവ് എന്താണ്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്, അഡ്ജക്റ്റീവ് ക്ലോസുകൾ എന്താണ്.
ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ കാര്യത്തിൽ തുടർച്ചയില്ലാത്ത വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. യെസ്, മഴയൊക്കെ ഒതുങ്ങിയില്ലേ? മഴയൊക്കെ ഇല്ലേ? പ്രശ്നമായില്ലേ? കാലാവസ്ഥയൊക്കെ ഇല്ലേ? യെസ്. ഓക്കെ മീനു. യെസ്, നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഈ ക്ലാസ്സില് ഇത്ര പേർക്ക് ഉണ്ടാവാറുണ്ട്. എല്ലാ ക്ലാസ്സിലും 12 പേരൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇത്രയും പേരൊക്കെ ഉണ്ടാവാറുള്ളൂ? 12 പേരൊക്കെ ഉണ്ടാവാറുള്ളൂ മറ്റു ക്ലാസ്സിൽ? 17 സമയത്തൊക്കെ 12 പോകാറുണ്ട്. ശ്രദ്ധിക്കാറില്ല സാർ, സത്യം പറഞ്ഞു. ഒബ്സർവേഷൻ വേണം, കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ? യെസ്, ഓക്കെ. ഈ ഷെർലക് ഹോംസിന്റെ കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഷെർലക് ഹോംസ് അന്വേഷകനാണ്, ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഷെർലക് ഹോംസിന്റെ കഥകളുണ്ട്. അപ്പൊ ഷെർലക് ഹോംസിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ വരും, കഥയിലുണ്ട്. അപ്പൊ വരുമ്പോ ഷെർലക് ഹോംസ് അവിടെ ഉണ്ടാവില്ല. പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വാക്കിംഗ് സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് പോകും. അത് കഴിഞ്ഞതിന് ശേഷം ഷെർലക് ഹോംസും അസിസ്റ്റന്റും വന്നു കഴിയുമ്പോൾ വീടിന് മുന്നിൽ വാക്കിംഗ് സ്റ്റിക്ക് ഇരിക്കും. അപ്പൊ ഈ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തിട്ട് ഷെർലക് ഹോംസ് അസിസ്റ്റന്റിന് കൊടുക്കും. എന്നിട്ട് എന്ത് നോക്കണം പറയും. അപ്പൊ അസിസ്റ്റന്റ് പറയും ഇത് വാക്കിംഗ് സ്റ്റിക്ക്. ഷെർലക് ഹോംസ് പറയും ഈ വാക്കിംഗ് സ്റ്റിക്ക് ഒരു പ്രീസ്റ്റ് ഉപയോഗിക്കുന്ന വാക്കിംഗ് സ്റ്റിക്കാണ്. അതിനൊരു വാക്കിംഗ് സ്റ്റിക്കിന് പ്രത്യേകത ഉണ്ട്, പ്രീസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല അദ്ദേഹം കൂടുതൽ സമയം വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ട്. കാരണം അതിന്റെ അടിഭാഗം തേഞ്ഞിരിക്കുന്നതിന്റെ പ്രത്യേകതമാണ്. അപ്പൊ നടക്കാൻ പോകുമ്പോൾ വടി കുത്താറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു അടി ഹൈറ്റ് താഴെ പൊക്കമുള്ള ഒരു പട്ടിയുണ്ട്. കാരണം ഷെർലക് ഹോംസ് നോക്കുമ്പോൾ ഈ വടിയിൽ പല സ്ഥലത്തും പട്ടി കടിച്ചിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് നോക്കിയിട്ടാണ് പറയുന്നത്. ഒരടി താഴെ പൊക്കമുള്ള ഒരു പട്ടിയുണ്ട്. നടക്കാൻ പോകുമ്പോൾ പട്ടിയെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ആ വടി വെച്ചിട്ട് അത് വന്ന ആളെ കുറിച്ച് പറയണം. പിന്നീട് വടി വെച്ച് പോയ പ്രീസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് നോക്കുമ്പോൾ നേരത്തെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും വേണം ഒബ്സർവേഷൻ വേണം, നിരീക്ഷണ പാഠവും വേണം. ഒബ്സർവ് ചെയ്യുക, മാറി നിന്നിട്ട് ചിന്തിക്കുക, മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. യെസ്, അതുപോലെ തന്നെയാണ് നിങ്ങളെയും നിരീക്ഷിക്കുന്നവരുണ്ടാവും. നിങ്ങളെ കുറിച്ചും വേറെ പലരുടെയും വീടുകളിൽ ചർച്ച നടക്കുന്നുണ്ടാവും. ഒബ്സർവ് ചെയ്തിട്ട് ഇന്ന കുട്ടി പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുറിച്ച് ചർച്ച നടക്കും. നമ്മൾ വിചാരിക്കും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ ശ്രദ്ധിക്കും, മാറി നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നിങ്ങളെയും ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യം. യെസ്, പോട്ടെ, സമയ വിഷയത്തിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ അഡ്ജക്റ്റീവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് എന്താ നമുക്കറിയാം. നമുക്കറിയാം നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാണാം, ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ ഒരു സംഗതിയുടെയോ പേരിനെ കുറിക്കുന്നതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്. നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്ക്. എക്സാമ്പിൾ പറയാം. നമുക്ക് ഇതൊരു നടക്കുന്നത് അളക. അളക ഈസ് എ റിച്ച് ലേഡി എന്ന് പറയും. അളക ഈസ് എ റിച്ച് ലേഡി. അപ്പൊ അളക എന്ന് പറയുമ്പോൾ സാറെങ്ങനെ മനസ്സിലാക്കി തയ്ക്കുന്നത്, അളക എന്ന് പറയുമ്പോൾ അതൊരു പേര് അല്ലെ. ലേഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു പേരാണ്. എന്റെ പേരാണ്. അളകയും ലേഡിയും ഒരാൾ തന്നെയാണ്. അപ്പൊ ആ ലേഡിയെ നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡാണ് റിച്ച്. ആ റിച്ച് എന്താണ്? അഡ്ജക്റ്റീവ്. അതിന് നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. നമുക്ക് കോമൺ ആയിട്ട് പറയാവുന്നത് ഇപ്പൊ മിന്നു ഈസ് എ ഗുഡ് സിംഗർ. മിന്നു ആരാണ്? നല്ലൊരു സിംഗർ. യെസ്, അത് തന്നെ പറയാണ്ട്. അപ്പൊ മിന്നുവിനെ കുറിച്ച് പറയുക എങ്ങനെയുള്ള സിംഗർ?
ബുദ്ധിശീലാണ്. ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു adjective. ഷിജി ഷെൽട്ടൺ ഈസ് ആൻ ഇന്റലിജന്റ് ഗേൾ. ഞാൻ പറയും ഷിജി ഷെൽട്ടൺ ആരാണ്? ഇന്റലിജന്റ്, ബുദ്ധി ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ ഷിജിനെ വിശേഷിപ്പിക്കണം, ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മാറിപ്പോകരുത്. രാവിലെ എഴുന്നേറ്റ് വന്ന ലിജി സാവകാശം ചായ കുടിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്ന സിജി സാവകാശം ചായ കുടിച്ചു. ആ സാവകാശം എന്ന് പറഞ്ഞ വാക്ക് ലിജിയെ വിശേഷിപ്പിച്ചതല്ല, ലിജി ചെയ്തൊരു പ്രവൃത്തിയെ വിശേഷിപ്പിച്ചതാണ്. അതായിരുന്നു മാറിപ്പോകരുത്. ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിച്ചാൽ അതായിരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത്. ഇത് ഒരു പ്രവൃത്തിയല്ല, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേരിനെ അതിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് ചെയ്യും. യെസ്, ഓക്കെ. അപ്പൊ അത് അഡ്ജക്റ്റീവാണ്. അപ്പൊ ഞാൻ അടുത്ത വേറൊരു വാചകം പറയാം. എനിക്ക് സച്ചിൻ, നിങ്ങളുടെ പേര് എഴുതി കഴിയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ സച്ചിൻ സച്ചിൻ was a wealthy man. WEALTHY. Sachin was a wealthy man. Shubha, അലകുമ്പി തിരിച്ചു വേർതിരിച്ച് പറഞ്ഞ ഏതൊക്കെയാണ് നൗൺ, ഏതൊക്കെയാണ് വെർബ്, ഏതൊക്കെയാണ് അഡ്ജക്റ്റീവ്. സച്ചിൻ, പിന്നെ മാൻ അത് നൗണ്, വെൽത്ത് അഡ്ജക്റ്റീവ്. അതെ, ഭയങ്കര പതർച്ചയായി. ഒന്നുകൂടി പറ, കേട്ടില്ല. സച്ചിൻ എന്നുള്ളതും പിന്നെ മാൻ എന്നുള്ളതും നൗൺ, പിന്നെ വെൽത്ത് എന്നുള്ളത് അഡ്ജക്റ്റീവ്. വെൽത്തി സമ്പന്നനായ അഡ്ജക്റ്റീവ്. പിന്നെ വാസ് എന്നുള്ളതോ വെർബ്. കറക്റ്റ് ആണ്. അപ്പൊ ശുഭയുടെ കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ല. സച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്, പേരല്ലേ. മാൻ എന്ന് പറയുമ്പോഴും ഒരു പേരാണ്, മനുഷ്യൻ പേരല്ലേ. അപ്പൊ രണ്ട് പേര്, അപ്പൊ രണ്ട് നൗണാണ്. വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു വെർബാണ്. ഈ സാമാർവാസ് വെർബാണ്. വെൽത്തി സമ്പന്നനായ, ആ വേർഡ് ഈ മാനെ വിശേഷിപ്പിക്കണം, ഒരു നൗണിനെ വിശേഷിപ്പിക്കണം, ഒരു പേരിനെ വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള മനുഷ്യൻ? സമ്പന്നനായ മനുഷ്യൻ. അപ്പൊ ഞാൻ ഈ സെന്റൻസ് തന്നിട്ട് ഒരു ചോദ്യം അടിയിൽ ചോദിക്കാണ്. ഫൈൻഡ് ഔട്ട് ദി അഡ്ജക്റ്റീവ് ഓഫ് ദി സെന്റൻസ്, ഓഫ് ദി ഗിവൺ സെന്റൻസ്. ഈ തന്നിരിക്കുന്ന വാചകത്തിലെ അഡ്ജക്റ്റീവ് എന്താണ്? എ എന്ന് എഴുതിയിട്ട് സച്ചിൻ എന്നുണ്ടാവും, ബി എന്ന് എഴുതിയിട്ട് വെൽത്തി എന്നുണ്ടാവും, സി എന്ന് എഴുതിയിട്ട് മാൻ എന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയും ഏതാണ് ആൻസർ? വെൽത്തിയാണ് ആൻസർ. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കണം, കാരണം അത് ഭയങ്കര എളുപ്പമാണ് അല്ലേ. പക്ഷേ ചോദ്യം പ്രതീക്ഷിക്കണം, വേറൊരു രീതിയിൽ ചോദ്യം പ്രതീക്ഷിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അഡ്ജക്റ്റീവ് എന്നത് എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ് ഫ്രേസുകളെ കുറിച്ചാണ്. അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് ഫ്രേസുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഫ്രേസ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ഒരുപക്ഷെ ജീവിതത്തിന്റെ തിരക്ക് കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഇപ്പൊ പറഞ്ഞ ശുഭയല്ലേ, റാണി ലുക്ക് എന്താർത്ഥം? നോക്കുക, ആഫ്റ്റർ ശേഷം, ലുക്ക് ആഫ്റ്റർ എന്നാലോ സംരക്ഷിക്കുക. വെരി ഗുഡ്, ഇന്റലിജന്റ്. യെസ്, പെർഫെക്റ്റ്. താങ്ക് യു. ഞാൻ വിചാരിച്ച് ഞാൻ ഒരു കുഴി പിടിച്ചു വെച്ചതാണ്, അതിനകത്ത് വീഴുന്നു. പക്ഷെ അങ്ങനെ വീടില്ല, ചാടിയപ്പെടുന്നതാണ്. ഞാൻ വിചാരിച്ചത് ലുക്ക് നോക്കുക, ആഫ്റ്റർ ശേഷം, ലുക്ക് ആഫ്റ്റർ ശേഷം വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ ലുക്ക് ആഫ്റ്റർ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഒരാളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും നോക്കിയ ശേഷം എന്നായിരിക്കും. അങ്ങനെ വിചാരിച്ച ആരെങ്കിലും ഇടത്തിൽ മരണമായിട്ട് പറ. ലുക്ക് നോക്കുക എന്നാണ്
ഓക്കെ, ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, മിനു അങ്ങനെ വിചാരിക്കും. എന്തുകൊണ്ടാണ് മിനു അങ്ങനെ വിചാരിച്ചത്? മിനുവിന് നിഷ്കളങ്കതയായതുകൊണ്ടാണ്. ആ മനസ്സിൽ കളങ്കമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വിചാരിച്ചു? ലുക്ക് നോക്കുക, ആഫ്റ്റർ ശേഷം ലുക്ക് ആഫ്റ്റർ നോക്കിയ ശേഷം വിചാരിച്ചു. പക്ഷേ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു ഫ്രേസ് ആണ്. രണ്ട് വ്യത്യസ്ത വാക്കുകൾ വന്നു ചേരുമ്പോൾ മൂന്നാമത് അർത്ഥം കിട്ടും. രണ്ടെണ്ണം വന്നു ചേരുമ്പോൾ മൂന്നാമത്, അതിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. നമ്മൾ തീസിസ് പഠിച്ചിട്ടുണ്ടാവും മാത്സിന്റെ. തീസിസ്, ആന്റിതീസിസ്, ഇത് രണ്ടും തമ്മിൽ ചേരുമ്പോൾ പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാവും. അതാണ് സിന്തസിസ്. അത് മാത്സിന്റെ ഐഡിയോളജിയാണ്. തീസിസ്, ആന്റിതീസിസ്, അതിന്റെ അടുത്ത ഉൽപ്പന്നമാണ് സിന്തസിസ്. ഒരു നിലവിലുള്ള അവസ്ഥയോട് ഘടകവിപരീതമായ വേറൊരു അവസ്ഥ വന്നു ചേരുമ്പോൾ നിലവിലുള്ളതും വന്നു ചേർന്നതും അല്ലാതെ മൂന്നാമത് അറിവുണ്ടാവുന്നവരാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അച്ഛനും ചിലപ്പോ ഒന്നും കൂടി പറയാമോ? അല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞു ഇതിനകത്ത് വരുന്നതല്ല. അതായത് അച്ഛൻ ചിലപ്പോ അച്ഛനായിരിക്കും, അമ്മ ചിലപ്പോ മിസ്സസ് ആയിരിക്കും, മക്കളൊന്നും പിടിക്കാതിരിക്കും. അങ്ങനെ വരാറില്ലേ? ഘടക വിപരീതമല്ല, തീരമണ്ടവരായി. ചിലപ്പോ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിരിക്കും, ഒരു വിവരവും ഇല്ലാതെ. പക്ഷെ മക്കളില്ലേ ഭയങ്കര ഇന്റലിജന്റായിരിക്കും. നമ്മൾ ചില സംഗതിയോട് ചിലത് ചേർന്ന് കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന അടുത്തൊരു തലമുറയുടെ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. നമ്മളിപ്പോ സങ്കരവർഗ തെങ്ങുകൾ എന്ന് പറയാറില്ല, കായ്ഫലം കൂടും. കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഉള്ളത്ര എന്താണ് നല്ല കായ്ഫലം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകൾ, രണ്ടോ മൂന്നോ നാലോ വാക്കുകളൊക്കെ ചേർത്തിട്ട് ഒരു വാക്കിന്റെ അർത്ഥം വരുമ്പോഴാണ് ഒരു ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അതുപോലെ ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ച് ഒരു നൗണിനെ വിശേഷിപ്പിച്ചാൽ അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് വെർബ്. ഒരു വാക്കാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അളക ഈസ് റിച്ച് ലേഡി, റിച്ച് ഒരു വാക്കുള്ളൂ. ആ റിച്ച് എന്നുള്ള സ്ഥലത്ത് വേറെ 2-3 വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അളകയെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതെന്തായത്? അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആയി. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ? അഡ്ജക്റ്റീവ് ഫ്രേസ് മീൻസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ്, കൂട്ടിച്ചേർത്ത് ഓഫ് വേർഡ്സ് which signifies a noun. ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വാചകം പറഞ്ഞു, സച്ചിൻ വാസ് എ വെൽത്തി മാൻ എന്ന് പറഞ്ഞു. അപ്പൊ വെൽത്തി എന്നുള്ള സംഗതി അഡ്ജക്റ്റീവ് ആണ്, അത് ഇവിടെ പറയുകയും ചെയ്തു. ഞാൻ അതേ സെന്റൻസ് ഒന്ന് മാറ്റി പിടിക്കണം. സച്ചിൻ വാസ് a man of great great wealth, WEALTH. Sachin was a man of great wealth. സുബിത, ഈ വാചകത്തിൽ അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാമോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് അർത്ഥമൊക്കെ നോക്കിയിട്ട് 1-2 സെക്കൻഡ് കൂടി എടുത്തിട്ട് പറഞ്ഞാൽ മതി എല്ലാവരും. സുബിത പറയുമെങ്കിലും ബാക്കിയുള്ളൊരു മനസ്സിലൊക്കെ കണ്ടുപിടിച്ച് വെക്കണം. എല്ലാവരോടും ചോദ്യം എല്ലാവരോടും കൂടിയാണ്, നിങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെക്കാൻ. വെൽത്ത് എന്നതാണ് അഡ്ജക്റ്റീവ്. അത് ഗ്രേറ്റ് വെൽത്ത് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ് ഗ്രേറ്റ് വെൽത്ത്. അപ്പൊ ഇതിനകത്ത് അഡ്ജക്റ്റീവ് ഫ്രേസ് ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റ് വെൽത്ത് ആണ് അല്ലേ? അതെ. ഉറപ്പിച്ചു പറ്റൂല? ഉറപ്പിച്ചു. അവിടെ നിൽക്കട്ടെ കേട്ടോ. ആതിര യെസ്, ആതിര കിട്ടിയില്ല. അപ്പൊ നാട്ടുകാരിയെ വിളിക്കാം. അനില പറയൂ.
നമ്മുടെ സുബിതയുടെ അഭിപ്രായം തന്നെയാണെങ്കിൽ ഓക്കെ, എന്നോട് യോജിക്കാം. അതല്ല അതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ആളോട് എന്റെ ഒപ്പം തന്നെ നിക്കാം. ഗ്രേറ്റ് ഞാൻ തോന്നുന്നു. മാനാണോ? എന്താ പറയുന്നത്? അനിയന്റെ അഭിപ്രായം പറഞ്ഞോ, നമുക്ക് ശരിയാക്കി എടുക്കാം. വെൽത്ത് ആണോ? വെൽത്ത് മാത്രം. ഓഫ് ഗ്രേറ്റ് വെൽത്ത് ആണോ? ഓഫ് ഗ്രേറ്റ് വെൽത്ത് എന്നാണല്ലോ പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഞാൻ എന്റെ ലെഫ്റ്റ് ചെയ്യും, ആർക്കെങ്കിലും പറയുന്നത് ഞാനിങ്ങനെ മോർണിംഗ് ഒരു ഓർഡർ ആയിട്ടോട് വന്നത് മാത്രം. യെസ്, അപ്പൊ ഒരാള് ഓഫ് ഗ്രേറ്റ് വെൽത്ത് എന്ന് പറഞ്ഞു, ഒരാള് ഗ്രേറ്റ് വെൽത്ത് എന്ന് പറഞ്ഞു, ഒരാള് വെൽത്ത് എന്ന് മാത്രം പറഞ്ഞു. നമുക്ക് സെന്റൻസ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. സച്ചിൻ വാസ് എ മാൻ. ഒരു മനുഷ്യനാണ് സച്ചിൻ, ഒരു മാനാണ്. എങ്ങനെയുള്ള മനുഷ്യൻ? ഓഫ് ഗ്രേറ്റ് വെൽത്ത്, വലിയ സമ്പന്നതയുടെ മനുഷ്യനാണ് സച്ചിൻ. അപ്പൊ ആ സച്ചിൻ എന്ന് പറയുന്ന വാക്കിനെ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ളത്? സമ്പന്നതയുടെ, വലിയ സമ്പന്നതയുടെ. അളക പറഞ്ഞ ഓഫ് ഗ്രേറ്റ് വെൽത്ത് വരെ വരും. ഓഫ് ഗ്രേറ്റ് വെൽത്ത്. അപ്പൊ അവിടെ ആ സച്ചിൻ എന്ന് പറയുന്ന ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച അജക്റ്റീവില് ഏതൊക്കെ വാക്കുകളുണ്ട്? ഒരു ഓഫ് ഉണ്ട്, ഒരു ഗ്രേറ്റ് ഉണ്ട്, പിന്നെ വെൽത്ത് ഉണ്ട്. 3 വാക്കുകളില്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഓഫ് ഗ്രേറ്റ് വെൽത്ത് എന്നുള്ളത് അജക്റ്റീവ് ഫ്രേസ് ആണ്. അജക്റ്റീവ് ഫ്രേസ് ആണ്. അജക്റ്റീവ് ഫ്രേസിൽ 1-ൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും. അങ്ങനെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരു നൗണിനെ വിശേഷിപ്പിച്ചാൽ അതിനെ പറയുന്ന പേരാണ് അജക്റ്റീവ് ഫ്രേസ്. യെസ്, അപ്പൊ ഇതിന്റെ അകത്ത് അജക്റ്റീവ് ഫ്രേസ് ഏതാണ്? ഓഫ് ഗ്രേറ്റ് വെൽത്ത്. ഓഫ് ഗ്രേറ്റ് വെൽത്ത്. ഓക്കെ, അടുത്തൊരു വാചകം പറയാം. ലക്ഷ്മിക്കാണ്. എല്ലാവരും ഇരിക്കട്ടെ. The magistrate was a man with kindly, kindly, kindly nature. Kindly nature. Sentence വായിക്കാം. The magistrate was a man with kindly nature. ഇതിന്റെ അകത്ത് ഒരു അജക്റ്റീവ് ഫ്രേസ് കിടപ്പുണ്ട്, കണ്ടുപിടിക്കും. എവിടെ മുതൽ എവിടം വരെയാണ് അജക്റ്റീവ് ഫ്രേസ് ഉള്ളത് നോക്കാം. With a kindly nature. With a kindly nature. ഓക്കെ, മിന്നുവിന് എന്ത് തോന്നുന്നു? Sir, എന്താണ്? with kindly legend എന്നാണ്. ലെജൻഡ് അല്ല, നേച്ചർ ആണ്. നേച്ചർ എങ്ങോട്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു അല്ലേ? Yes, sir. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ദ മജിസ്ട്രേറ്റ് തന്നെ വാസ് എ മാൻ. അദ്ദേഹം ഒരു മനുഷ്യനാണ്. എങ്ങനെയുള്ള മനുഷ്യൻ? ആ മനുഷ്യനെ വിശേഷിപ്പിക്കും വിത്ത് കൈൻഡ്ലി, ദയോടുകൂടിയ നേച്ചർ സ്വഭാവമുള്ള, വളരെ ദയാപരമായ സ്വഭാവത്തോടു കൂടിയ വിത്ത് കൈൻഡ്ലി നേച്ചർ. ഓക്കെ. അളക, അടുത്ത ചോദ്യം അളകയ്ക്കാണ് ഇരിക്കും. The chief, 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 lived, LIVED, lived in a house built of, BUILT, built of
stone, S-T-O-N-E. I will repeat. The chief lived in a house built of stone, S-T-O-N-E, stone. Okay, Alana. Built of stone ആണോ sir? Built of stone. Okay, ഞാൻ പറയാം. ലിജി. Built of stone. Built of stone. Okay. So you sentence ഒന്ന് നോക്കാം. The chief, പ്രധാനപ്പെട്ട ആൾ, lived, താമസിച്ചു. In a house, അദ്ദേഹം ഒരു വീട്ടിൽ താമസിച്ചു. വീട് ഒരു പേരല്ലേ. ആ വീടിനെ വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള വീട്? കല്ലുകൊണ്ട് നിർമ്മിച്ച വീട്. ബിൽറ്റ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്ന അളകയുടെയും ലിജിയുടെയും ഉത്തരം കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, I like to see a face, F-A-C-E, a face with smile, S-M-I-L-E, smile on it, with the smile on it. Okay, ഒന്നുകൂടി പറയാം. I like to see a face with smile on it. ശുഭക്കാണ്. Sir, with the smile on it. With the smile on it. റാണിയുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഓണിറ്റ് വേണം സാറ്. വിത്ത് സ്മൈൽ. വിത്ത് സ്മൈൽ. ഈ ശുഭ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് റാണിയുടെ. സ്മൈൽ ഓണിറ്റ് ശുഭ പറഞ്ഞു, അത് തന്നെയാണോ റാണിയുടേതെന്നാണ് ചോദ്യം. വിത്ത് സ്മൈൽ. വിത്ത് സ്മൈൽ മാത്രമേ ഉള്ളൂ, ഓണിറ്റ് ഇല്ല അല്ലേ? അങ്ങനെ, അതായത് ശുഭ പറഞ്ഞത് വിത്ത് സ്മൈൽ ഓണിറ്റ്, റാണി പറയുന്നത് വിത്ത് സ്മൈൽ മാത്രം അല്ലേ? അപ്പൊ രണ്ടുപേരും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായം വന്നതുകൊണ്ട് മൂന്നാമതൊരാളെ കൂടി കക്ഷി ചേർക്കേണ്ട അത്യാവശ്യമായതുകൊണ്ട് സുബിത അഭിപ്രായത്തിനാണെങ്കിൽ മുൻതൂക്കം ഏതാണ്? With a smile on it. ഇറ്റ് അതാണോ? With a smile on. With a smile on it. ഇറ്റുണ്ടാ? ഉണ്ട് സാർ. അപ്പൊ ശുഭയും സുബിതയും ഏതാണ്ട് പേരുകൊണ്ടും റൈമിംഗ് വേർഡ്സുകൾ വരുന്നുണ്ട്, തീരുമാനവും ഒരു വിഷയം വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് നോക്കാം. ഓക്കെ, ഐ ലൈക്ക്, ഞാൻ ആഗ്രഹിക്കുന്നു. ടു സീ എ ഫേസ്, ടു സീ എ ഫേസ്, ഒരു മുഖം കാണാൻ ആഗ്രഹിക്കുന്നു. ആ മുഖം പേരല്ലേ, ആ മുഖത്തെ വിശേഷിപ്പിക്കുകയാണ് എപ്പോഴും പുഞ്ചിരിയുള്ളതായ, അങ്ങനെയുള്ള മുഖം. വിത്ത് സ്മൈൽ ഓൺ ഇറ്റ്, എപ്പോഴും ആ മുഖത്തിന് പുഞ്ചിരിയാണ്. പുഞ്ചിരിയുള്ള മുഖത്തോടു കൂടിയ മുഖം കാണുമ്പോൾ വിത്ത് സ്മൈൽ ഓൺ ഇറ്റ് ആണ് കറക്റ്റ്. വിത്ത് സ്മൈൽ ഓൺ ഇറ്റ്. ഓക്കെ, അപ്പൊ ഇനി അത് മറന്നു പോകില്ല. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞു, എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് ഞാൻ പറഞ്ഞു. യെസ്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം വാക്കുകൾ ഉണ്ടാവും. ആ വാക്കുകൾ ഉപയോഗിച്ച് ഒരു അഡ്ജക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേര് അഡ്ജക്റ്റീവ് പറയുന്നത് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയും. ഒന്നിലധികം വാക്കുകളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണ്ടീഷണൽ സെന്റൻസ് നമ്മൾ മുമ്പ് എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞൊരു സംഭവം, ഒരു സെന്റൻസിനെ നമുക്ക് പല പല കഷ്ണങ്ങളാക്കാറുണ്ട്. സബോർഡിനേറ്റ് ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ്, അത് ഓർമ്മയുണ്ടാകും.
മറന്നുപോയാ? സബോർഡിനേറ്റ് ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ് പറഞ്ഞത് ഓർമ്മയുണ്ട്? മറന്നുപോയിട്ടുണ്ടോ? യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, കാരണം അതും കൂടി ഇതിനകത്ത് അടുത്തത് പറയുമ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാണ് പോയത്. അല്ലെങ്കിൽ പിന്നെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയില്ലെങ്കിൽ പഠിക്കണം. യെസ്, ഞാനൊരു വാചകം പറയാം. എഴുതിക്കും. When I went there, W-E-N-T, went there, she was sleeping. She was sleeping. Okay. Okay. When I went there, she was sleeping. ഒരു സെന്റൻസ് അവിടെ പറഞ്ഞു. രശ്മി, ഇതിനകത്ത് ഞാനൊരു കോമ ഇടാൻ പറ്റൂ? എവിടെ ഇടണം കോമ? When I went there കഴിഞ്ഞിട്ട് എന്താണ് ഒരു കോൺഫിഡൻസ് ഇല്ല. കഴിഞ്ഞിട്ട് മതിയാ. when ഞാൻ അവിടെ പോയപ്പോൾ when I went there, there കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു അല്ലേ? she was sleeping. രശ്മിയുടെ ആൻസർ കറക്റ്റ് ആണ്. വെൻ ഐ വെന്റ് there കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാവും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങിയായിരുന്നു. അപ്പൊ ഇതിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒറ്റ സെന്റൻസ് ആണ്, രണ്ടായിട്ട് വിഭജിക്കാം. ഒരു കഷ്ണം വെൻ ഐ വെന്റ് there എന്ന് വരുന്നത്, അടുത്ത കഷ്ണം ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കഷ്ണത്തെയും പറയുന്ന പേരാണ് രണ്ട് ക്ലോസ് ആയിട്ട് വിഭജിക്കുന്നത്. ക്ലോസ്. ആ ക്ലോസിന് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CLOSE ക്ലോസ് അല്ല, CLAUSE ക്ലോസ് ആണ്. മറ്റേ ക്ലോസ് തട്ടിക്കളയെന്ന് പറയില്ല, അവരാണ് ക്ലോസ് ചെയ്തതെന്ന് പറയുന്നത്. ആ ക്ലോസ് ആണ്. ഇത് CLAUSE. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഒരു സെന്റൻസിന്റെ അകത്ത് ഒന്നിലധികം ക്ലോസുകൾ വേണമെങ്കിൽ വരാം. ചിലപ്പോൾ ഒരു ക്ലോസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ട് ക്ലോസ് ഉണ്ടാവുള്ളൂ. ഒന്നിലധികം ക്ലോസുകൾ ചേരുമ്പോഴാണ് അതൊരു സെന്റൻസ് ആയിട്ട് മാറുന്നത്. വലിയ സെന്റൻസ് ആണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ക്ലോസുകളായിട്ട് വിഭജിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചു. ഇനി ഒരു കാര്യം കൂടി ഇഷ്ടത്തോട് ചോദിക്കുകയാണ്. വെൻ ഐ വെന്റ് there, അത്രയും മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ എന്ന് വിചാരിക്കും. ബാക്കിയുള്ളത് നമ്മൾ പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം പൂർത്തിയാവുകയില്ലേ ലക്ഷ്മി? when I went there എന്ന് പറയുമ്പം അർത്ഥം പൂർത്തിയാകത്തില്ല. സബോർഡിനേറ്റ് ക്ലോസ് ആണ് വരുന്നത് അല്ലെ? വെൻ ഐ വെന്റ് there, ഞാൻ അവിടെ ചെന്നപ്പോൾ. പിന്നെ മിണ്ടാണ്ട് പോയി കഴിഞ്ഞാല് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വിചാരിക്കുന്നു. യെസ്, അപ്പൊ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല. അതിന്റെ അങ്ങനെ അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഇനി ലക്ഷ്മിയോട് തന്നെ വെൻ ഐ വെന്റ് there എന്നുള്ളത് നമ്മൾ പറയുന്നില്ല, ബാക്കിയുള്ളത് നമ്മൾ പറയുന്നില്ല. ഷീ വാസ് സ്ലീപ്പിംഗ്, അങ്ങനെ പറഞ്ഞ അർത്ഥം പൂർത്തിയാവുമോ? ഉറങ്ങുകയായിരുന്നു എന്നല്ലേ? അപ്പം സെന്റൻസ് പൂർത്തീകരിച്ചു. മെയിൻ ക്ലോസ് ഉറങ്ങുകയായിരുന്നു. ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആണ്. അവൾ ഉറങ്ങുകയായിരുന്നു. കറക്റ്റ് അല്ലേ? യെസ്, അതിന്റെ ഒരു മീനിങ് കംപ്ലീറ്റ് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? മെയിൻ ക്ലോസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യണം. ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവാം. ആ ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റഡ് ക്ലോസ് എന്നും രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ആ ക്ലോസിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയിരിക്കില്ല. ഇതിനെയാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസിന്റെ അർത്ഥം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് ഈ സബോർഡിനേറ്റ് ക്ലോസ് ഈ മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ആശ്രയിക്കുക എന്നുള്ളതിന് വേറൊരു പേരുള്ളത്
ഡിപ്പെൻഡ് എന്നാണ് ഡിപ്പെൻഡ്. അതുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസുകളെ വേറൊരു പേരും കൂടി പറയുന്നു, ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് കൂടി പറയുന്നു. യെസ്. അപ്പൊ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ് എന്നൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു. യെസ്, ഓക്കെ. ഇനി നമ്മൾ നേരത്തെ അഡ്ജക്റ്റീവ്, എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു, എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണ് പറയുന്നത്, അഡ്ജക്റ്റീവ് ക്ലോസ്, CLAUSE, അഡ്ജക്റ്റീവ് ക്ലോസ്. അത് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിളിലൂടെ പോവാം. ഇരിക്കും. The teacher lives in the city. The teacher ഒന്നുകൂടെ പറയൂ. The teacher lives, LIVES, lives in the city. The teacher lives in the city. Okay. Okay. Anila. Sir. ഇതൊക്കെ ഒന്ന് പാഠം തിരിച്ച് അവിടെ വേറെ അഡ്ജക്റ്റീവ് ഏതൊക്കെ തിരിച്ച്. The teacher noun. Leaves subject ആണോ? Leaves ആണ് verb. Verb. Leaves the city. Sorry sir, അറിയില്ല. Okay. Confusion. Yes, നോക്കാം. നമുക്ക് അടുത്ത ആളെ വിളിക്കാലോ. മിന്നു, ഒരു ഹെൽപ്പ് കൊടുക്കുക അതിലൊക്കെ. Yes, sir. The teacher noun. No. Lives verb. City noun തന്നെ. വെരി ഗുഡ്. നൗണിന്റെ അഡ്ജക്റ്റീവ് ഇല്ല. ഞാൻ അതൊക്കെ തിരിക്കാൻ പറഞ്ഞത് ഏതെങ്കിലും അഡ്ജക്റ്റീവ് പറഞ്ഞാല അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് സലീംകുമാർ മുസ്ലിമിൽ പറയുന്ന പോലെ ആരെങ്കിലും നമുക്ക് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അഡ്ജക്റ്റീവ് ഇല്ല. ഓക്കെ. The teacher lives, ജീവിക്കുന്നു. അത് പറഞ്ഞു. വെർബിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നേരത്തെ വാസ് വെർബായിട്ട് വന്നു. വെർബിന് എപ്പോഴും 3 കാലങ്ങൾ പറയാൻ പറ്റും. വെർബ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന 3 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ജീവിക്കുന്നു, ജീവിക്കും, ജീവിക്കും. ജീവിച്ചു, ജീവിക്കുന്നു, ജീവിച്ചു, ജീവിക്കും. ഓടുന്നു, ഓടി, ഓടും. ചാടുന്നു, ചാടി, ചാടും. നടക്കുന്നു, നടന്നു, നടക്കുവാണ്. അങ്ങനെ പറയാൻ പറ്റും. സിറ്റി എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റും. സിറ്റി എന്ന് പറയാൻ പറയാൻ പറ്റില്ല. ടീച്ചർ എന്ന് പറയാൻ പറയാൻ പറ്റും. അപ്പൊ അതിനാവുന്നു. വെർബിന് എപ്പോഴും 3 കാലങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ വാസില്ലേ, അത് ഞാൻ വെർബാണെന്ന് പറഞ്ഞപ്പോ വാസായിരുന്നു, ആകുന്നു, ആയിരിക്കും. 3 എണ്ണം പറയാം. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം നമ്മുടെ അഡ്ജക്റ്റീവ് ഇല്ല. സിമ്പിൾ ആയ വാചകങ്ങളൂടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് വാചകങ്ങൾ? The teacher lives in the city. ടീച്ചർ എവിടെ താമസിക്കുന്നു? സിറ്റിയിൽ താമസിക്കുന്നു. ഇതേ വാചകം തന്നെ ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി പറയുന്നു. എന്റെ ഇടയിൽ the teacher who taught me, TAUGHT, taught me
English, who taught me English, lives in the city. Lives in the city. The teacher who taught me English lives in the city. Okay, teacher. എങ്ങനെയുള്ള ടീച്ചർ? Who ആയ എന്തായ? taught me, എന്നെ പഠിപ്പിച്ചതായ. എന്നെ എന്ത് പഠിപ്പിച്ചതായ? ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ ടീച്ചർ. അതാണ് സിറ്റിയിൽ താമസിക്കുന്നത്. അപ്പൊ ഓക്കെ, ഞാൻ ഇനി ആളുകളോട് ചോദിക്കണം. ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് ക്ലോസ് ആയിട്ട് നമുക്ക് ഇത് വിഭജിക്കണം. പറഞ്ഞേ. The teacher taught me English, lives in the city. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് കോവടാനാണ്. ഒന്നുകൂടി അറിയിക്കും. The teacher taught me English, lives in the city. അതൊന്നും കളയണ്ട. എന്താണ്? അതൊന്നും കളയാന്ന് പറഞ്ഞു. Sir, the teacher who taught me English lives in the taught me English lives in the city. Sir, അറിയില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് അവിടെ ഇല്ലാന്ന് വിചാരിക്കും. അന്നത്തെ പറഞ്ഞ Who taught me ഇല്ലാന്ന്. The teacher okay. The teacher lives in the city. മെയിൻ ക്ലോസ് ആയി. ടീച്ചർ ഇൻ ദ സിറ്റി. അതെന്തായത്? മെയിൻ ക്ലോസ് ആയി ടീച്ചർ സിറ്റിയിൽ താമസിക്കും. യെസ്. ഇനി ആ ടീച്ചറിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പേരല്ലേ, ഒരു നൗൺ. ആ ടീച്ചറിനെ വിശേഷിപ്പിക്കുന്നു. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ്. ആ ഹൂ എന്ന് പറയുന്ന വേർഡ്, അതിനെ പറയുന്ന പേരെന്താണ്? റിലേറ്റീവ് പ്രോനൗൺ. പറഞ്ഞ പേര് റിലേറ്റീവ് പ്രോനൗൺ. അങ്ങനെ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. ഇത് പറയണം, അഡ്ജക്റ്റീവ് ക്ലോസ്. യെസ്. അപ്പൊ നമ്മൾ വേറെ കാര്യം കൂടി അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗണുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞതാണെന്ന് എങ്കിലും ഒന്നുകൂടി സൈഡിലേക്ക് വെച്ചു. റിലേറ്റീവ് പ്രോനൗൺ സൈഡിലാണ് എഴുതിയിട്ടത്. ഹൂ, ഹും, WHOM, ഹും, whose, 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 that, that, which, WHACH, which, when, where, 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 WHY, why, പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഹൂ വരും, ഹും വരും, ഹൂസ് വരും, ദാറ്റ് വരും, വിച്ച് വരും, വെൻ വരും, വെയർ വരും, വൈ വരും. ലിജി എന്ന് പറയുന്ന വേടിന്റെ അർത്ഥം ആരെന്നാണ് ചോദിക്കാറില്ലേ? അപ്പൊ ടീച്ചർ ഹൂ ടോട്ട് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അർത്ഥം ഒന്ന് വരും. ആരെന്ന് അർത്ഥം വരുന്നുണ്ടോ? പറഞ്ഞേ. മനസ്സിലായില്ല സാർ. യെസ്. അപ്പൊ വേറെ കാര്യം പറയാം. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സാർ ഇതില് ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഇംഗ്ലീഷ് എന്നല്ലേ? അപ്പം ഈ ഇംഗ്ലീഷ് ആണോ ഇനി അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്?
ഇവർ അല്ല, ഇംഗ്ലീഷ് അല്ല, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ, എന്നെ ഇംഗ്ലീഷ് ടീച്ചറെ വിശേഷിപ്പിക്കുന്നത്, ടീച്ചറുടെ പേര്, ആ ടീച്ചറിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ടീച്ചർ? എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ. പിന്നെ ടീച്ചർമാർ അവിടെ ഉണ്ട്, അത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിപ്പിച്ച വേറെയാണ്. ഇത് ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ. യെസ്, പറഞ്ഞോളൂ. കൺഫ്യൂഷൻ തോന്നുന്നു, അത് ചിന്തിച്ചാൽ ശരിയാവും. സംശയം ചോദിച്ചു. യെസ്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഷിജി, ഞാൻ അന്ന് പറഞ്ഞതാണ്, എന്താണ് ഞാൻ ഒന്നുകൂടി പറയാണ്. ഷിജി ഷിജി അല്ലേ, ലിജി. നമ്മളൊരു കാര്യം പറയണം. ഒരു കുട്ടി ലിജിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അവനെ കുറിച്ച് വീട്ടിലുള്ള മറ്റുള്ളവരോട് പറയുന്നു, ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇവനാണ്, ഇന്നലെ ഇവിടെ വന്ന കുട്ടി ഇവനാണ്. ഇംഗ്ലീഷ് പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇവനാകുന്നു. Yesterday വന്നു കഴിയും. yesterday when child അങ്ങനെയാണ്. ധൈര്യമായിട്ട് അതൊന്നും നോക്കണ്ട, ധൈര്യമായിട്ട് പോകട്ടെ. Yesterday when a child that boy അങ്ങനെ. യെസ്, ഓക്കെ. യെസ്, ശുഭ, ലിജി ചെറിയൊരു ഹെൽപ്പ് കൊടുക്കും. ലിജി പകുതിയൊക്കെ പിടിച്ചപ്പോ തന്നിട്ടുണ്ട്, നീ ബാക്കിയൊന്നും ലഭിച്ചിട്ടുണ്ട്. Sir, the boy came here yesterday. The boy came here yesterday. The boy came here yesterday. Okay. ഇനി നമുക്ക് അടുത്ത് കിടക്കുന്ന റാണിയോട് വിളിക്കാം. റാണി, ഒരു ഫൈനൽ ടച്ചപ്പ് ഉണ്ട്. ഏതാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് എത്തിച്ചിട്ടുണ്ട്. ഫൈനൽ ടച്ചപ്പ് ഉണ്ട്. എനിക്കറിയില്ല എന്ത് പറയുന്നത്. ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ റെഡിയാക്കി വന്നപ്പോ എനിക്കറിയാം. വെരി ഗുഡ്. ഇത് കുറച്ച് പേർക്ക് അറിയാൻ പറ്റും, ചില ആളുകൾക്ക് അറിയാൻ പറ്റില്ല. പറയാൻ പാടില്ലാത്ത ഉദ്ദേശം പറയുന്നു. ഹൂ എന്ന് പറയുന്ന പേരിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഹൂ ആയി, നീ ആര്, ഹൂ ഈസ് യുവർ ഫാദർ, ഹൂ ഈസ് യുവർ മദർ, ഇതൊക്കെ നമ്മൾ ഹൂ ആര്. ഈ ആര് എന്നതും അല്ലാതെ ആയ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ആയ, അതാണ് കറക്റ്റ്. യെസ്, ആയ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് പറയാം, ദിസ് ഈസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. ഹൂ കെയിം, വന്നതായ, അല്ലാണ്ട് ആരെന്നല്ല, ഹൂ കെയിം, വന്നതായ. ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ ഇവിടെ വന്ന കുട്ടി ഇതാണ്. ദിസ് ഈസ് ദ ബോയ് ഹൂ കെയിം, അവിടെ ഹൂ എന്നുള്ള വേണ്ടി ആയാന്ന് അർത്ഥം ചിന്തിക്കുക. ഹൂ കെയിം, വന്നതായ, എവിടെ? ഹിയർ, ഇവിടെ, യെസ്റ്റർഡേ. അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് ഫസ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ ഹൂ ഗോട്ട് ഫുൾ എ പ്ലസ് in the SSLC examination. SSLC examinationil full A plus കിട്ടിയതായ കുട്ടി വരാം. This is the boy who got the full A plus in SSLC examination. Yes, ആയ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ഉപയോഗിക്കുന്നു? അതേ സാധനം തന്നെ ഇവിടെ വന്നേക്കുന്നത്. The teacher who ആയിരുന്നില്ല, ആയ, എന്തായ? taught me, എന്നെ പഠിപ്പിച്ചതായ. എന്ത് പഠിപ്പിച്ച്? ഇംഗ്ലീഷ്. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായ ടീച്ചർ ലിവ്സ് ഇൻ ദ സിറ്റി, സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റീവ് ക്ലോസ് വരുന്നത് ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ് ആണോ? ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്. സുബിത. Yes, sir.
സുബിതയുടെ ഭർത്താവ് വൈകുന്നേരമായപ്പോ കുറച്ച് പച്ചക്കറി പിറ്റേന്ന് കാലത്ത് അതൊക്കെ എടുത്ത് സുബിത വലിച്ചെറിഞ്ഞ് കളയുന്നു. അപ്പൊ ചോദിക്കുകയാണ് എന്ത് പറ്റി ചോദിക്കുകയാണ്. അപ്പൊ സുബിത പറയുന്നു, നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായി. നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായി. പച്ചക്കറി എന്ന് പറയുന്ന വെജിറ്റബിൾ, കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായി. ഒരു മിനിറ്റ് സാർ ഒന്ന് ആലോചിക്കട്ടെ. ചിലപ്പോ ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായി. Yesterday you brought vegetables that are damaged. അല്ലേ? അവിടെ നോക്കട്ടെ. ലക്ഷ്മി പറഞ്ഞു. You brought vegetables. The vegetables which you brought yesterday are very bad. Yes. Okay. Vegetables which you brought. Who came here? ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി. കുട്ടി എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുവാണ്. ആ ജീവനുള്ള വസ്തുവിന്റെ കൂടെ ആയ ചേർക്കുകയാണെങ്കിലാണ് ഹൂ ചേർക്കാം. ജീവനില്ലാത്ത വസ്തുവിന്റെ കൂടെയാണെങ്കിൽ അവിടെ വിച്ച് ചേർക്കണം. എന്ത് ചേർക്കണം? വിച്ച്. അപ്പൊ ഇവിടെ ലക്ഷ്മി പറഞ്ഞ കറക്റ്റ് ആണ്. The vegetables which you brought, നിങ്ങൾ കൊണ്ടുവന്നതായ. yesterday, which you brought yesterday, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നതായ. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഹൂ ചേർത്തില്ല? വെജിറ്റബിളിന്റെ കൂടെയാണ്. വെജിറ്റബിൾ ജീവനില്ല. അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ ആയാന്നുള്ള അർത്ഥത്തിൽ വിച്ചാ ചേർക്കേണ്ടത്. ജീവനുള്ള വസ്തു ആണെങ്കിൽ ഹൂ ചേർക്കണം. അപ്പൊ the vegetables which you bought yesterday, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ were very bad, അത് വളരെ മോശമായിരുന്നു. യെസ്, വേറൊന്ന് ക്യാമറ. ഇന്നലെ ഞാൻ കണ്ട സിനിമ സൂപ്പറായിരുന്നു. അനില പറയൂ. ഇന്നലെ ഞാൻ കണ്ടതായ സിനിമ സൂപ്പറായിരുന്നു. Yesterday I watching was very super ആണോ? അതായത് വിച്ച് അവിടെ ചേർത്ത് ആയ. ഇന്നലെ ഞാൻ കണ്ടതായ സിനിമ നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. സാർ ഞാൻ ഇപ്പൊ പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം മഴ പെയ്തപ്പോഴേ പോയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സാർ ഈ ചോദിച്ചത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അതുകൊണ്ടാണ് യെസ്റ്റർഡേ വെച്ചോട് പറഞ്ഞത്. യെസ്, ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. കഷ്ടപ്പെട്ട് പറയുന്നു. ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പിടിയിട്ടത് വേറെ ആരെങ്കിലും ഇനി പറഞ്ഞത്? ഇല്ല സാർ. കിട്ടി. യെസ്, ഇനിയിപ്പോ നമ്മൾ പറയുമ്പോൾ ഇടൂല. 24 യെസ്. അപ്പൊ നമുക്ക് ഇത് പേടിക്കണ്ട. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസും അഡ്ജക്റ്റീവും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞേക്കും. അത് ഞാൻ ഒന്നുകൂടി പറയാം. അടുത്ത ക്ലാസ് വരുമ്പോൾ ഞാൻ അത് ഒന്നുകൂടി എടുക്കാം. അഡ്ജക്റ്റീവ് ക്ലോസ് നമുക്ക് ഒന്നുകൂടി പറയാം. നമുക്ക് മനസ്സിലാക്കും. യെസ്. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ നോക്കിയാൽ വെച്ചാൽ മതി. ഹൂ, ഹൂം, ഹൂസ്, ദാറ്റ്, വിച്ച്, വെൻ, വെയർ ആൻഡ് വൈ. ആയ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്, വിച്ച് ഉപയോഗിക്കുന്നത്. ജീവനില്ലാത്ത വസ്തുക്കളെ കൂടിയാണ് വിച്ച് വരുന്നത്. ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ഹൂ. അപ്പൊ നമുക്ക് പറയുമ്പോൾ ഇതേ പറയാം. ഇന്നലെ ഞാൻ കണ്ടതായ സിനിമ നല്ലതായ ദ ഫിലിം വിച്ച് ഐ വാച്ച്ഡ് യെസ്റ്റർഡേ, അല്ലെങ്കിൽ ദ ഫിലിം വിച്ച് ഐ സോ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ കണ്ട സിനിമ വാസ് സൂപ്പർ, സൂപ്പറായിരുന്നു. ദ ഫിലിം വിച്ച് കൂടി ചേർന്നത്, വിച്ച് വരും. വിച്ച് ഐ സോ, ഞാൻ കണ്ടതായ. യെസ്, വാസ് വെരി സൂപ്പർ. യെസ്, ഓക്കെ. We will discuss about this in the next class also.
അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഇതിനെക്കുറിച്ച് പരിഹരിക്കാം. ഓക്കെ, അപ്പൊ ഇനി ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? Today, we sincerely thank sir on behalf of myself and all other students for talking the English grammar class for us. We all really liked sir class because he calls each of us by name and asks questions, and even if we make mistakes, he encourages us by saying it's okay. This really helps us focus more in class. We are sincerely pray that the English class become more and more active. Once again, thank you, Job sir and my dear friends. ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. പിന്നെ അപ്പൊ ഇങ്ങനെ വിളിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമാണല്ലേ? ഞാൻ നോക്കുമ്പോ ആകെ നമ്മളോട് 12 പേരെ 8 പേരൊക്കെ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടി പറയാനും ക്ലാസ്സിലും 12 തന്നെ ഉണ്ടാവാറുള്ളൂ സാർ. മറ്റേ ക്ലാസ്സിൽ 60-70 ഉണ്ടായിരുന്നേ. അപ്പൊ ഈ 60 പേരിലോട്ട് നമ്മൾ എത്തൂല. അപ്പോ പിന്നെ കുറച്ച് പേരോട് ഞാൻ ഇങ്ങനെ പറയും, നിങ്ങളുടെ ഉള്ളിൽ പറയണമെന്നുള്ളൊരു ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളോട്ടെ, അവരെ നിരുത്സാഹപ്പെടുത്തില്ല എന്ന് പറയും. കൊറേ കുട്ടികൾ ജോലിക്ക് പോണവരാ തോന്നുന്നുണ്ട്. അപ്പൊ വൈകുന്നേരം ഒരിക്കൽ ജിഷ മിസ്സിന്റെ ക്ലാസ് വൈകിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അന്ന് രാത്രി 8 മണിക്ക് ഉണ്ടായിരുന്നപ്പോ കൊറേ കുട്ടികൾ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ജോലിക്ക് പോണ കുട്ടികളുണ്ട് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഓക്കെ, we will meet in the class ഒക്കെ ഉണ്ടാവും. Thank you, sir. Okay, bye bye, see you.